മൈ ചാനൽ. പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC ഏത് പരീക്ഷയ്ക്കും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് 20 മാർക്ക് ചോദ്യം കറണ്ട് അഫയേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തേത്, കേരള സംസ്ഥാന വയോജന കമ്മീഷൻ പ്രഥമ അധ്യക്ഷൻ. ഉത്തരം K. സോമപ്രസാദ്. കേരള സംസ്ഥാന വയോജന കമ്മീഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാര്? ഉത്തരം K. സോമപ്രസാദ്. മറ്റംഗങ്ങൾ E.A. രാധ, പ്രൊഫസർ ലോപ്പസ് മാത്യു, K. നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ K. സോമപ്രസാദ്. മറ്റംഗങ്ങൾ E.M. രാധ, പ്രൊഫസർ ലോപ്പസ് മാത്യു, K. നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തരം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കേരളം. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം. കാലാവധി 3 വർഷം. കാലാവധി 3 വർഷമാണ് കാലാവധി. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ K. സോമപ്രസാദ്. മറ്റംഗങ്ങൾ E.M. രാധ, പ്രൊഫസർ ലോപ്പസ് മാത്യു, K. നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവരാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന വയോജന കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാനം കേരളം. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. ആസ്ഥാനം തിരുവനന്തപുരം. കാലാവധി 3 വർഷം. അടുത്തത്, വനിതാ ചെസ് വേൾഡ് 2025. 2025 വനിതാ ചെസ് വേൾഡ് കപ്പിനെ കുറിച്ച് പഠിക്കാം. ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ IM ദിവ്യ ദേശ്മുഖ്. 2025 വിജയിച്ചത് IM ദിവ്യ ദേശ്മുഖാണ്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ്. വനിതാ ചെസ് വേൾഡ് കപ്പിലെ വിജയി IM ദിവ്യ ദേശ്മുഖ്. റണ്ണറപ്പ് ആരാന്ന് ചോദിച്ചാൽ കൊനേരു ഹംപി. വനിതാ ചെസ് വേൾഡ് കപ്പ് നടന്ന രാജ്യം ബെറ്റുമി, ജോർജിയ. ജോർജിയയിലാണ് നടന്നത്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയിച്ചത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. IM ദിവ്യ ദേശ്മുഖ്. റണ്ണറപ്പ് കൊനേരു ഹംപി. രാജ്യം ബെറ്റുമി, ജോർജിയ. ഒന്നും കൂടി നോക്കാം. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയിച്ചത് IM ദിവ്യ ദേശ്മുഖ്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയിച്ചത് IM ദിവ്യ ദേശ്മുഖ്. റണ്ണറപ്പ് കൊനേരു ഹംപി. നടന്ന രാജ്യം ബെറ്റുമി, ജോർജിയ. ഒന്നും കൂടി നോക്കാം. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയിച്ചത് IM ദിവ്യ ദേശ്മുഖ്. റണ്ണറപ്പ് കൊനേരു ഹംപി. രാജ്യം ബെറ്റുമി, ജോർജിയ. ഈ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. അടുത്തത് പഠിക്കാൻ പോകുന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യാപുരം ചുണ്ടൻ ആണ്. ഭാഗ്യചിഹ്നം വരുന്നത് കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വിയ്യാപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. വിയ്യാപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യാപുരം ചുണ്ടം. ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ വെച്ചാണ്. വിയ്യാപുരം ചുണ്ടന് വേണ്ടി തുഴഞ്ഞത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്. അടുത്ത് നോക്കാം.
ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? തമിഴ്നാട്. CP രാധാകൃഷ്ണൻ 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനനം. ഉപരാഷ്ട്രപതി എന്ന ആശയം നമുക്ക് കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതി എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ 63 മുതൽ 67 വരെയാണ്. ഉപരാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ 63 മുതൽ 67 വരെയാണ്. 452 വോട്ട് നേടിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായത്. CP രാധാകൃഷ്ണൻ 452 വോട്ട് നേടിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വിജയിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചാൽ റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. 300 വോട്ടാണ് ലഭിച്ചത്. സുദർശൻ റെഡ്ഡിക്ക് 300 വോട്ട് ലഭിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ജനനം. ഉപരാഷ്ട്രപതി എന്ന ആശയം നമുക്ക് കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ 63 മുതൽ 67 വരെയാണ്. 452 വോട്ട് നേടിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി CP രാധാകൃഷ്ണനെ ജയിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായത് റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. 300 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.